ഹലോ. അങ്ങനെ 5 ആഴ്ചത്തെ ലീവിന് ശേഷം വീണ്ടും ഓസ്ട്രേലിയയിലെ തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് ഇന്നലെ രാത്രി എത്തി. ഇത് കിടക്കണം 5 ആഴ്ച എത്തി കണ്ടതിൻ്റെ സ്നേഹം ഭയങ്കര തുള്ളിച്ചാടൽ ഓട്ടനാട്ടൊക്കെ ആയിരുന്നു. നിക്കോ നിക്കപ്പാ വാ 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 വാടാ വായോ. മിക്ക ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇന്നലെ രാത്രി ഞങ്ങളെല്ലാവരെയും കണ്ടപ്പോൾ. ഞാനിതുവരെ കോഴികളൊന്നും നോക്കിയില്ല. കാട് പിടിച്ച് അന്നാ നാട്ടിൽ പോകുന്നതിന് മുമ്പ് പുല്ല് വെട്ടിയത് എത്ര നന്നായി നോക്കി. വലിയ പൂങ്കാവനം പോലെയായി വീട് സത്യം പറഞ്ഞ. ഏകദേശം 1.5 അടി പൊക്കത്തിൽ പുല്ലുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. ഇവിടെയൊന്നും വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് നമ്മുടെ കോഴികൾ എത്ര ദിവസത്തിൽ കാണേ. സംഭവം പറഞ്ഞാൽ ഏൽപ്പിച്ച് പോയ ആൾ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. ആളൊത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പട്ടിക്കാണെങ്കിൽ നല്ലപോലെ തീറ്റ കൊടുത്തിട്ടുണ്ട്, കോഴികൾക്കും തീറ്റ കൊടുത്തിട്ടുണ്ട്, അവരുടെ വെള്ളം കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് കൂട്ടിലോട്ട് കയറി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കോഴികളെല്ലാം നല്ല ഹെൽത്തി ആയിട്ടിരിപ്പണമെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. നോക്കാം എന്തെല്ലാം അസുഖം ഉണ്ടോയെന്നൊക്കെ. യജമാനനെ 5 ആഴ്ച എത്തി കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആർക്കെങ്കിലുണ്ടോ? ആർക്കുമില്ലേ? പാടി. തീറ്റയില്ല കൂട്ടിൽ, തീറ്റ വെച്ച് കൊടുക്കണം. ആരൊക്കെയോ മുട്ടയ്ക്കിരിപ്പുണ്ട് അവിടെ. പൊരുന്തിരിക്കുക, മുട്ടയ്ക്കിരിക്കുകയല്ല. എല്ലാവരും ആരോഗ്യവാന്മാരായിട്ടിരിക്കണം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇച്ചിരി തീറ്റ എടുത്തിട്ട് വരാം. മിക്കപ്പനാണെങ്കിൽ സ്നേഹം പൂണ്ടിട്ട് അങ്ങോട്ട് കിടപ്പാണ്. കിടപ്പോട് കിടപ്പ്. ഞാനൊരു തവണ അവരുടെ തീറ്റ ഇത്രയാണ് ഫില്ല് ചെയ്യാറ്. ഇത് കൊടുത്തൊരു 2 ദിവസത്തേക്ക് നിൽക്കും. എട്ടെണ്ണത്തിന് ഇതും മതിയാവും. ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് നമുക്കിന്ന് കയ്യിൽ നിന്ന് തീറ്റിക്കാം എല്ലാവരും. ചെറിയൊരു അടുപ്പം. എന്തായാലും ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഇത്രയും ഇതിനൊക്കെ പേടിച്ച് കണ്ട വരണില്ല. മടി ഇത്രയും ദിവസം കാണാഞ്ഞതിൻ്റെ ഒരു പേടി എല്ലാവർക്കും ഉണ്ട്. ഓയ് എന്നാടി അതുകൊണ്ട് ഇതിനൊക്കെ നല്ല പേടിയായിട്ട് നിൽക്കുക. ഇവരൊക്കെ പിന്നെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇന്നൊന്നൊരു പേടിയില്ലാത്തായിട്ട് കഴിക്കട്ടെ. ഈ കാണുന്നതാണ് മൈക്കിളും പിന്നെ പുള്ളിയുടെ 2 മക്കളും. ഇവരാണ് നമ്മുടെ കോഴിനെയും പട്ടിനെയൊക്കെ നോക്കി തന്നെ. നമ്മുടെ നെയ്ബറാണ് ആള്. നിക്കോ ബൈ. താങ്ക് യു വെരി മച്ച്. ഇനിയിപ്പോൾ അടുത്ത ദിവസം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതിനകത്തൊക്കെ പുതിയ മെഷ് ഇടണം. ഇത് നമ്മുടെ വയറ്റിലൊക്കെ എന്താടി. ഇതിന് പിന്നെ പേടിയെന്ന് പറഞ്ഞ സാധനമില്ല. ആ വീട്ടിലെ കൊച്ചെന്നൊക്കെ പറയണ്ടായി. അതിൻ്റെ ചുണ്ടത്തൊട്ടൊരു കൊത്തു കൊടുത്തുന്നു. ഇവർക്കൊന്നും വലിയ പേടിയില്ല. ഓസ്ട്രേലിയർക്ക് കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. രണ്ടൊക്കെ പൊരുന്തിരിപ്പുണ്ട്. 2 പൊരുന്തിരിപ്പുണ്ട് ഇവിടെ. ഇത് 2 പൊരുന്തിരിക്കുക. ഇതിപ്പോൾ എത്ര നാളായി പൊരുന്തിട്ട്. പൊരുന്തൽ മാറണം കൂടിയില്ല. ഇതിൻ്റെ 2 മുട്ടയുണ്ട് നമുക്ക്. അതും എടുക്കാം. രണ്ട് മുട്ട. പുള്ളിക്കാരി ഇതിൻ്റെ മേളിലിരിക്കുന്നു. എനിക്ക് നമുക്ക് മുട്ടയുണ്ടെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഇടുവായിരിക്കും. ഹായ്. യെസ്. ചുരുക്കം പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. അവർ വളരെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. മിക്കുവാണെങ്കിലും ഞങ്ങൾ നോക്കണതിനേക്കാളും വൃത്തിക്കുണ്ട്. അവർ നന്നായിട്ട് ചീവി വിട്ടിട്ടുണ്ട് എല്ലാ ദിവസവും. രോമമൊക്കെ. കോഴികളാണെങ്കിലും ഹെൽത്തിയാണ്. ഇനിയിപ്പോൾ എല്ലാത്തിനും തുറന്നു വരണം. പുല്ല് കണ്ടോ ബാക്കിൽ പൊങ്ങിയിട്ടുണ്ട് അത്യാവശ്യം. ഇനി ഇത് വെട്ടണം. അങ്ങനെ കുറച്ച് മെയിൻ്റനൻസ് പരിപാടിയുണ്ട്. നാട്ടിലോട്ട് മാറി നിന്നതിൻ്റെ ഒരു കനം ഇങ്ങനെ നെഞ്ചത്തുണ്ട്. തിരിച്ചു വന്നിട്ടേ ഇനി കോപ്പപ്പ് ചെയ്യാൻ സമയമെടുക്കും. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. പിന്നെ 2 കറിവേപ്പ് നട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ. അത് അത്യാവശ്യം ആരോഗ്യം വെച്ചിട്ടുണ്ട്. കുറച്ച് മിൻറ്റും. ഇതൊക്കെ ഞാൻ വളച്ചു വെച്ചിരുന്നതാണ്. ലവം കയറി മേയണതാണ്.
വീട്ടിൽ നിൽക്കുവാണെങ്കിൽ അവരായിട്ട് ഭയങ്കരമായിട്ട് ക്ലോസ് ആണ്, നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട് അവരോട്. ഇത് വേണ്ട കോഴിത്തീറ്റ് ഇവിടെ വെച്ചിരുന്നത് എലിയുടെ ശല്യം, എലി കയറി നിരങ്ങി നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ എലിയുടെ ട്രാപ്പൊക്കെ വെച്ച് 2 എണ്ണത്തിനെ പിടിച്ചെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി കലാപരിപാടികളൊക്കെ ഞാനായിട്ട് ചെയ്യണം. വേറെ കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ കുറച്ച് പാറ്റയൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാലേ, ഓസ്ട്രേലിയ ആയതുകൊണ്ട് ഞാൻ കരുതി ഒരു 1-2 പാമ്പെങ്കിലും കോഴിക്കൂട്ടിലുണ്ടാവുമെന്നാണ്. ഇത്രയും ദിവസം ആളനക്കില്ലാതെ കിടക്കണു. അവരാണേലും വന്നിട്ടൊരു 10 മിനിറ്റ് വന്ന് ഫുഡ് കൊടുത്തിട്ട് പോക്കാണ്ടായിരുന്നുള്ളൂ. ഇവിടെ അല്ലാണ്ട് വേറെ നിൽക്കണ പരിപാടിയൊന്നും ഇല്ലല്ലോ. കോഴീനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പിടിക്കുന്നു കരുതിയിരുന്നു. ദൈവാനുഗ്രഹം കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ കുറച്ച് ട്രേ വെച്ചിട്ടാണ് പോരുന്നത് മുട്ടയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിരുന്നു മുട്ട നിറയുന്നതിനനുസരിച്ച് എടുത്ത് വെച്ചോളൂ, അവർക്ക് ആവശ്യമുള്ളത് എടുത്തോളാം. പക്ഷേ എനിക്ക് തോന്നാനുള്ള അവർ ഇന്ന് മുട്ട കൊണ്ടുപോയിട്ടുണ്ടെന്ന്. സോ ഞാനിപ്പോൾ ഒരു 2 ട്രേ മുട്ട അവർക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിവിടെ ഇങ്ങനെ ഇരിക്കും. അതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ. നമുക്ക് വേണ്ടി ഇത്രയും പണിയെടുത്തതല്ലേ. പുള്ളിക്ക് പൈസ കൊടുത്തു വിട്ടാ, പുള്ളിക്ക് ഞാൻ കുറച്ച് കാശ് കൊടുത്തിട്ടുണ്ട്. വെറുതെ ഒന്നുമല്ല അവർ നമുക്ക് സർവീസ് ചെയ്ത് തന്നെ. ബട്ട് സ്റ്റിൽ കുറച്ച് മുട്ട അവർക്ക് കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു സന്തോഷം. എത്ര ട്രേ ഉണ്ടെന്നറിയോ? 1 2 3 4 5 3 8 2 10 ട്രേ മുട്ടയുണ്ട് നമ്മുടെ. അതായത് ഏകദേശം ഒരു 120 മുട്ടയ്ക്ക് മുകളിൽ. ഈ 5 ആഴ്ച കൊണ്ട് നമ്മുടെ കോഴികൾ ഇട്ട് കൂട്ടിയത് 120 മുട്ടയ്ക്ക് മുകളിൽ. ഗുഡ് നമ്പറാണ്. സൂപ്പർ. ഈ ഒരു ഇടവേളയിൽ നമ്മുടെ എല്ലാ കോഴികളും മുട്ടയിട്ടുണ്ട് കേട്ടോ. എല്ലാ കളറിലും കാണാം. 4-5 കളറ് മുട്ടയുണ്ട് ഇതിൽ. ഈ സൈഡ് ഉണ്ട്, വൈറ്റിൻ്റെ ഉണ്ട്, ഓസ്ട്രാലോർപ്പുണ്ട്, സസെക്സ് ഉണ്ട്, റോഡ് ഐലൻഡ് ഉണ്ട്. എല്ലാവരും അത്യാവശ്യം പ്രൊട്ടക്റ്റീവായിരുന്നു. തിരിച്ചു വന്നതിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഞങ്കം തുടങ്ങാൻ പോകണുള്ളൂ. ചൊവ്വാഴ്ച തൊട്ട് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും. പിന്നെ വീണ്ടും പഴയ പോലെ